എയിംസിൻ്റെ BSc നേഴ്സിങ്ങും അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും ഒക്കെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡേറ്റും ഷെഡ്യൂളും ഒക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ നിലവിൽ അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സാം സെൻറ്ററുകൾ ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതേപോലെ അതിൻ്റെ ഫീസ് ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഈ പാർ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതായത് മാർച്ച് 5 തുടങ്ങി ഏപ്രിൽ 4 വരെയാണ് പാർ രജിസ്ട്രേഷൻ. അതിൽ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള സമയവും ഫൈനൽ രജിസ്ട്രേഷനും മാർച്ച് 12 തുടങ്ങി ഏപ്രിൽ 12 വരെയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇനി അവിടുത്തെ രജിസ്ട്രേഷൻ ഫീ നോക്കാം. രജിസ്ട്രേഷൻ ഫീ ജനറൽ കാറ്റഗറി, അൺറിസർവ്ഡ്, NCL ഒക്കെ 2000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. എന്നാൽ SC, ST, EWS കാറ്റഗറി 1600 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഫീ അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷൻ ഫീ ആണ് കേട്ടോ. ഇനി പാരാമെഡിക്കലിന് ഏകദേശം 511 സീറ്റാണുള്ളത്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടു കൂട്ടർക്കും അപേക്ഷിക്കാം. എല്ലാം കൂടെ ചേർത്ത് 511 സീറ്റാണ്, എല്ലാ എയിംസിലൂടെ ചേർത്ത്. എന്നാൽ BSc നേഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രമാണ്, ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. 1231 സീറ്റാണ് 17 എയിംസിലായിട്ട് നേഴ്സിങ്ങിനുള്ളത്. ഇനി റിസർവേഷൻ ശ്രദ്ധിക്കുക. OBC, NCL കാറ്റഗറിക്ക് 27% സീറ്റ് റിസർവ്ഡ് ആണ്. SC കാൻഡിഡേറ്റിന് 15%, STക്ക് 7.5%, EWSന് 10% സീറ്റ് റിസർവേഷൻ ഉണ്ടാവും. ഇനി അവിടുത്തെ ഡോക്യുമെന്റുകളുടെ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. NCL കാറ്റഗറിയിൽപ്പെട്ടൊരു കുട്ടി നഴ്സിംഗിന് അപേക്ഷിക്കുകയാണെങ്കിൽ അലോട്ട്മെന്റിന്റെ സമയത്ത് ഈ ഡോക്യുമെന്റ് കൊടുക്കേണ്ടത് സീറ്റ് അലോട്ട്മെന്റിന്റെ സമയത്താണ്, ഇപ്പോഴല്ല. സീറ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട NCL സർട്ടിഫിക്കറ്റ് 9/6/2023 ശേഷവും 8/6/2024 മുമ്പും എടുത്തതായിരിക്കണം. എന്നാൽ അതേ കുട്ടി പാരാമെഡിക്കൽ അപേക്ഷിക്കുകയാണെങ്കിൽ 23/6/2023 ശേഷം എടുത്ത NCL ആയിരിക്കണം. 22/6/2024 മുമ്പ് എടുത്ത NCL ആയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ 30/6 എടുത്ത ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗിനും ഉപയോഗിക്കാം, പാരാമെഡിക്കലിനും അപേക്ഷിക്കാം എന്നർത്ഥം. ഓക്കെ. ഇനി EWS കാറ്റഗറിയിൽപ്പെട്ടൊരു കുട്ടിയാണ് നഴ്സിംഗിന് അപേക്ഷിക്കുന്നതെങ്കിൽ 1/4/2024 ശേഷവും 8/6/2024 മുമ്പും എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പാരാമെഡിക്കലിനാണെങ്കിൽ 1/4/2024 ശേഷവും 22/6/2024 മുമ്പും എടുക്കുന്ന EWS സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അത് അലോട്ട്മെന്റ് സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഈ ഡോക്യുമെന്റുകളൊക്കെ താലൂക്കിൽ നിന്നാണ് എടുക്കേണ്ടത്, വില്ലേജിൽ നിന്നല്ല. ഇപ്പോൾ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതും താലൂക്കിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഇടാം. ഇത് നമുക്ക് അലോട്ട്മെന്റിന് ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതില്ല. ഇനി എക്സാം നോക്കുക. BSc നേഴ്സിംഗിന്റെ എക്സാം ജൂൺ 8-ാം തീയതിയാണ്. എന്നാൽ പാരാമെഡിക്കലിന്റെ എക്സാം ജൂൺ 22-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 8-ന് BSc നേഴ്സിംഗും ജൂൺ 22-ന് പാരാമെഡിക്കലും. ഇനി BSc നേഴ്സിംഗിന്റെ സെന്റർ ഓൾ മേജർ സിറ്റീസ്. മുമ്പ് നമ്മൾ 2023 നോട്ടിഫിക്കേഷൻ പ്രകാരം BSc നേഴ്സിംഗിന് തിരുവനന്തപുരത്ത് സെന്റർ ഉണ്ടായിരുന്നു, പാരാമെഡിക്കലിന് ഡൽഹിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ BSc നേഴ്സിംഗിന് തിരുവനന്തപുരം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഓൾ മേജർ സിറ്റീസ് എന്നാണ്. അത് നിങ്ങൾ അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ സെന്റേഴ്സ് കാണിക്കും. ഇല്ലെങ്കിൽ പിന്നീട് ഒരു അപ്ഡേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം. ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും ഉണ്ടാവും, മേജർ സിറ്റീസിലും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എന്നാൽ പാരാമെഡിക്കലിന് മുമ്പ് ഡൽഹിയിൽ മാത്രമാണെന്ന് പറഞ്ഞത് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. 14 സെന്ററിലുണ്ടാവും. അതിൽ കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടും. അപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെ 14 സെൻട്രലാണ് ഇന്ത്യയിൽ പാരാമെഡിക്കൽ നടത്തുക. നഴ്സിംഗ് ഓൾമോസ്റ്റ് എല്ലാ മേജർ സിറ്റീസിലും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സാം പാറ്റേൺ നോക്കുക. നഴ്സിംഗ് ആണെങ്കിൽ ഫിസിക്സിൽ നിന്ന് 30 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും, കെമിസ്ട്രിയിൽ നിന്ന് 30 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും, ബയോളജിയിൽ നിന്ന് 30 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും, ജനറൽ നോളജ് 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും. അങ്ങനെ ആകെ 100 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. 2 മണിക്കൂറാണ് എക്സാം. എന്നാൽ പാരാമെഡിക്കൽ ആണെങ്കിൽ ഫിസിക്സിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, ബയോളജി അല്ലെങ്കിൽ മാത്സ് ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. ബയോളജിയിൽ നിന്നോ അല്ലെങ്കിൽ മാത്സിൽ നിന്നോ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് 30 മാർക്ക്. അങ്ങനെ ആകെ 90 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. 1.5 മണിക്കൂർ എക്സാം ആണ്. ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുമെങ്കിൽ ഓരോ തെറ്റിനും 1/3 3/1 നെഗറ്റീവ് ആവുകയും ചെയ്യും. ഇതാണ് എക്സാമിൻ്റെ ഡീറ്റെയിൽ.
അപ്പോൾ ഇപ്പോൾ 2024 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എയിംസ് പബ്ലിഷ് ചെയ്തതിൽ മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.